നമസ്കാരം. UP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ ജൂലൈ 6-നും LP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ ജൂലൈ 20-നാണെന്ന് ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ UPSA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി ലഭിക്കുന്നത് കഷ്ടിച്ച് 50 ദിവസങ്ങളാണ്. LPSA പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കഷ്ടിച്ച് 65 ദിവസങ്ങളോളം ഇനിയും പഠിക്കാനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് എന്നറിയാം. എന്നാലും അവസാനവട്ട തയ്യാറെടുപ്പ് കുറച്ചുകൂടി കൃത്യമാക്കുന്നതിന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് LPSAയ്ക്കും UPSAയ്ക്കും സെയിം സിലബസാണ് അല്ലേ? ആ സിലബസ് പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന്, മാത്സ് മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് നിന്ന് 15 മാർക്കിനുള്ള 15 ചോദ്യങ്ങളാണുള്ളത് അല്ലേ? അതുപോലെ മലയാള ഭാഗത്ത് എത്ര ചോദ്യങ്ങളുണ്ട്? 10 ചോദ്യങ്ങളാണുള്ളത്. ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് എത്ര ചോദ്യമാണുള്ളത്? 10 ചോദ്യങ്ങളാണുള്ളത് അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. ആ ഭാഗത്തുള്ളത് 20 ചോദ്യങ്ങളാണ്. ഇനി കറണ്ട് അഫയേഴ്സ് ആണ്. പരീക്ഷയ്ക്ക് 10 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആകെ എത്ര ചോദ്യങ്ങൾ? 65 ചോദ്യങ്ങൾ, 65 മാർക്ക്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ഈ കാര്യം പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് 65 മാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ്. നിങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, പക്ഷേ ഈ ഭാഗമല്ല പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പഠനം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് 35 മാർക്കിൻ്റെ ഭാഗത്താണ്. എന്തായാലും 35 മാർക്കിൻ്റെ ഭാഗത്താണ് അല്ലേ? നമുക്കറിയാം ഈ പറഞ്ഞ പരീക്ഷ LPSA UPSA പരീക്ഷ വളരെ കോമ്പറ്റീഷനുള്ള പരീക്ഷയാണ്. നമുക്കറിയാം ആൾ കുറവാണ്, ജില്ലാടിസ്ഥാനത്തുള്ള പരീക്ഷയാണ്, എങ്കിൽ പോലും മത്സരം വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മികച്ച സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്യോഗം നേടാനായിട്ട് പറ്റൂ. മികച്ച സ്കോർ എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ പോരാ, മികച്ച റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 65 മാർക്ക് വിട്ടിട്ട് ബാക്കി നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ കേന്ദ്രീകരിക്കുന്നു എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത 35 മാർക്ക് മാത്രമാണ്. അത് മതിയോ ഈ പരീക്ഷ ജയിക്കാൻ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിനനുസരിച്ച് ചിന്തിക്കുക, അതിനനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 35 മാർക്ക് എന്ന് പറഞ്ഞല്ലോ, അതിലെ 20 മാർക്ക് ഏത് ഭാഗത്താണ്? ജനറൽ സയൻസിലാണ്. അതായത് ഫിസിക്സിന് 7 മാർക്ക്, കെമിസ്ട്രിക്ക് 7 മാർക്ക്, ബയോളജിക്ക് 6 മാർക്ക്, അവിടെ അങ്ങനെ 20 മാർക്ക്. 35 മാർക്കിൽ 20 മാർക്കും ജനറൽ സയൻസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര മാർക്ക്? 85 മാർക്ക്. അപ്പോൾ ഈ ഭാഗം, ഈ പറഞ്ഞ ഭാഗങ്ങളല്ലാതെ നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര മാർക്കാണ്? 15 മാർക്കാണ് അല്ലേ? ഇനി അവിടെ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയുടെ ഭാഗത്താണ് കുറച്ച് കൂടുതൽ മാർക്കുള്ളത്. ഈ 15-ൽ ഹിസ്റ്ററിയുടെ ഭാഗത്താണ് കുറച്ച് കൂടുതൽ മാർക്കുള്ളത്. അവിടെ കേരള ചരിത്രം, കേരള നവോത്ഥാനം, ഇന്ത്യ ചരിത്രം, പിന്നെ അത് കഴിഞ്ഞ് നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആകെ 10 മാർക്കുണ്ട്. പിന്നെയുള്ളത് ജോഗ്രഫി വരുന്ന ഭാഗമാണ്. ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സാമ്പത്തിക ശാസ്ത്രമുണ്ട്, സമൂഹശാസ്ത്രമുണ്ട്. ആ ഭാഗത്താകെയുള്ളത് 5 മാർക്കാണ്. അങ്ങനെ 10ഉം 5ഉം 15. അപ്പം നിങ്ങളുടെ പഠനം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിലാണ് എങ്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഈ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കാണിച്ചു കൊണ്ടിരിക്കുന്നത് ബുദ്ധിയാണോ? അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഒന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ ഇനിയും അതിന് സമയമുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ കുറച്ചുകൂടി ഷാർപ്പായിട്ട്, കുറച്ചുകൂടി ആലോചിച്ച് സിലബസിനനുസരിച്ച് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സിലബസിലെ മാർക്ക് വിഹിതത്തിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് മിടുക്ക്. ഇവിടെ ഇപ്പോൾ പരീക്ഷയുടെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ സമയത്താണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏത് മേഖലകളിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കേണ്ട സമയമാണിത്.
എഡ്യൂക്കേഷൻ സൈക്കോളജി നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പേ പഠിച്ചു തുടങ്ങുന്നതിൽ വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ കാര്യത്തിലായിരുന്നാലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എൻ്റെ കാര്യത്തിലായിരുന്നാലും അത് നിരന്തരം ഇങ്ങനെ വായിച്ചു പോയില്ലെങ്കിൽ അതിനകത്തുള്ള പല കാര്യങ്ങളും വിട്ടുപോകും, മറന്നുപോകും. പേരുകൾ മറന്നുപോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പല പരീക്ഷണങ്ങൾ മറന്നുപോകും, സമീപനങ്ങൾ മറന്നുപോകും, അല്ലേ? ഇപ്പോൾ വ്യക്തിത്വ സമീപനങ്ങൾ, പലതരത്തിലുള്ള സമീപനങ്ങളുണ്ട്. ആ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ പലരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഒടുവിൽ പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതിനനുസരിച്ച് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് ഒരു കൊല്ലത്തിന് മുമ്പ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാണ്. കറണ്ട് അഫയേഴ്സ് അപ്പോൾ പഠിക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം പരീക്ഷയ്ക്ക് 2 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് വരെ ചോദ്യമായിട്ട് വരാം. അപ്പോൾ അത് അവസാന നിമിഷത്തിലാണ് കറണ്ട് അഫയേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിനുക്കി എടുക്കുന്നത്. അതുപോലെ മലയാളമാകട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മാത്സ് ആവട്ടെ. ഇപ്പോൾ മാത്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് എങ്കിലും അവസാന നിമിഷങ്ങളിൽ മാത്സ് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഒക്കെ ചെയ്തു നോക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കുറയും. ആ പരീക്ഷാ സമയത്ത് പരീക്ഷാ ഹാളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുപോലെ ഇംഗ്ലീഷ്, അതുമായി ബന്ധപ്പെട്ട റൂളുകൾ, വൊക്കാബുലറി പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മിനുക്കി എടുക്കേണ്ട സമയം അവസാന സമയമാണ്. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ്, അവസാന സമയമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പഠനമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം. അപ്പോൾ 65 മാർക്കിന് പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഏതിന് പ്രാധാന്യം കൊടുക്കണം? അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ സയൻസിന് പ്രാധാന്യം കൊടുക്കണം. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്താൽ മതി. അതും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം ഈ ജോഗ്രഫി പറയുന്ന ഭാഗം, അതായത് 5 മാർക്കിൻ്റെ ഭാഗത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി 50 ദിവസമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും ഈ പുതുതായി പഠിക്കുക എന്ന് പറയുന്ന പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് അറിവുണ്ട്. നിങ്ങളൊന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയാലും നിങ്ങൾക്ക് 10, 20, 25, 30 മാർക്കൊക്കെ തീർച്ചയായിട്ടും കിട്ടും. അപ്പം കുറച്ചൊക്കെ റിസോഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ട്. ആ റിസോഴ്സിനെ കുറച്ചുകൂടി എന്ത് ചെയ്യുക? ബലപ്പെടുത്തുക എന്നുള്ളതാണ് പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ട് പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കിടപ്പുണ്ട്, അല്ലേ? ബോധമനസ്സിലും ഉപബോധ മനസ്സിലുമായിട്ട് കിടപ്പുണ്ട്. ആ കാര്യങ്ങളെ ആ സമയത്ത് നമ്മുടെ ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾക്കനുസരിച്ച്, ചോയ്സിനനുസരിച്ച് ഉത്തരം എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അതിന് ഇനി ശ്രമിച്ചാലും മതി എന്നുള്ള അഭിപ്രായക്കാരനാണ്. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് ഇനി ആയാലും സമയമുണ്ട്. ഇതൊരു പക്ഷേ ഈ വീഡിയോ ഒരു വഴിത്തിരിവായി മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ മാറട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? നിങ്ങളുടെ കയ്യിലെല്ലാം പുസ്തകങ്ങളുണ്ടാവും. പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ പല കാലങ്ങളിലായിട്ട് വാങ്ങിച്ച പുസ്തകങ്ങളാണ്, പല രീതിയിലുള്ള പുസ്തകങ്ങളാണ്. ഒരാളുടെ കയ്യിൽ ഇതിൻ്റെ റാങ്ക് ഫയൽ കാണും, പിന്നെ അത് കഴിഞ്ഞിട്ട് SCRTയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പക്ഷേ ഇനി ഈ പുസ്തകം കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. റിവിഷനായിട്ടൊക്കെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആസ്ഥ അക്കാഡമി ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്. LPSI, UPSI പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ പുസ്തകമാണ്. ഏതാണ്ട് 1300 പേജുകളുള്ള പുസ്തകമാണ്. ഈ 1300 പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയക്കരുത്. പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് പോലും വായിച്ച് പെട്ടെന്ന് വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. പെട്ടെന്ന് പഠിക്കാനുള്ള മാർഗങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ സൈക്കോളജിയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ചില കാര്യങ്ങൾ ഒരാളുടെ ബോധമനസ്സിൽ നിർത്തേണ്ടത് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആ ടെക്നിക്കെല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് 1300 പേജുകളാണുള്ളതെന്ന്. ഇപ്പോൾ വേറൊരു പുസ്തകത്തിൽ 1300 പേജ് പഠിക്കാൻ നിങ്ങൾക്ക് 100 മണിക്കൂർ വേണമെങ്കിൽ ഇത് 40 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും എന്ന് ഞാൻ അവകാശപ്പെടും. ഇവിടെ നിങ്ങൾ പഠിക്കാൻ മടിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ? ഒന്ന്, സൈക്കോളജി പഠിക്കാൻ അല്പം മടി കാണിക്കും. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ മാത്സ് പോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ മടി കാണിക്കും. എന്തുകൊണ്ടാണ്? വായിച്ച് പഠിക്കാൻ ഒരു പ്രയാസം അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ
കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് പോകാൻ പറ്റുന്ന വിധത്തിൽ നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ പുസ്തകം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയുള്ള 50 ദിവസം കൊണ്ട് നല്ലൊരു റിവിഷനും നടക്കും. പുതുതായിട്ട് ഇനിയൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഈ റാങ്ക് ലിസ്റ്റ് വരാനുള്ള ഒരു അവസരവും ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പുസ്തകം എങ്ങനെ ലഭിക്കുമെന്ന് ചോദിക്കും. ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പുസ്തകങ്ങളാണ്. ഈ പുസ്തകം എന്ന് പറയുമ്പോൾ 2 പുസ്തകമാണ്. അതിനകത്ത് സൈക്കോളജിക്ക് മാത്രമായിട്ടൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു 100 പേജുകളാണുള്ളത്. വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലാണ് സൈക്കോളജി ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം സൈക്കോളജി എല്ലാ പുസ്തകങ്ങളിലും എലാബറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മോശം കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ വിധത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾക്കും കൂടി 699 രൂപ മാത്രമേ ഉള്ളൂ. ആസ്ഥ അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഈ പുസ്തകം വാങ്ങാനായിട്ട് പറ്റും. ഇനി വേണ്ട സൈക്കോളജിയുടെ ഈ പുസ്തകം മാത്രം മതിയെങ്കിൽ വളരെ വർത്തായിരിക്കും. 20ൽ 20 മാർക്ക് നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം മതിയെങ്കിൽ നിങ്ങൾക്ക് 60 രൂപയ്ക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാം. ഈ പുസ്തകം എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ആസ്ഥ അക്കാഡമിയിൽ നിന്ന് നേരിട്ടാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് GPay ചെയ്യാനായിട്ട് പറ്റും. GPay ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം GPayയിൽ UPI എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ GPay തുറക്കുമ്പോൾ UPI എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് QR ആസ്ഥ ASTHA ആസ്ഥ അക്കാഡമിയുടെ AC ആസ്ഥ അക്ക് @ SIB സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഷോർട്ടാണ് SIB എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് 599 രൂപ അടച്ചാൽ ഈ 2 പുസ്തകങ്ങളും നിങ്ങൾക്ക് 3-4 വർക്കിംഗ് ഡേയ്സിനകത്ത് വീട്ടിൽ എത്തും. പോസ്റ്റൽ ചാർജ് പ്രത്യേകം തരേണ്ട കാര്യമില്ല. പുസ്തകത്തിൻ്റെ വില 2 പുസ്തകത്തിനും കൂടി 900-ലധികം രൂപ വിലയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു 30-35% ഓഫറിൽ 599 രൂപയ്ക്ക് ഈ പുസ്തകം കിട്ടും. അപ്പോൾ അതിൻ്റെ UPI ID ആണ് ഈ പറഞ്ഞത്. QR.ASTAC@SIB അല്ലേ. നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്തു എന്ന് ഞങ്ങളെങ്ങനെയാണ് അറിയുന്നത്? അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9745464797 ആദ്യ അവസാനവും 97 45 46 47. ഇതിനകത്തോട്ട് നിങ്ങൾ പേ ചെയ്തു എങ്കിൽ എന്താണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുസ്തകം അയക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ അഡ്രസ്സ് വേണം. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായ അഡ്രസ്സ് വേണം. ആ അഡ്രസ്സിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പിൻ കോഡും ഉണ്ടായിരിക്കണം. പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. വീട്ടിൽ കിട്ടേണ്ടതാണ്. പോസ്റ്റ്മാൻ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിക്കുന്ന ഒരു മൊബൈലായിരിക്കണം. അപ്പോൾ മൊബൈൽ നമ്പർ വേണം, പിൻകോഡ് വേണം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? പേ ചെയ്യുക. പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സും ഈ നമ്പറിലോട്ട് അയയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന വേറൊരു നമ്പർ തരാം. 9745177710. ഈ നമ്പറിൽ വിളിച്ചാലും കിട്ടും, പക്ഷേ എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ നമ്പറിലോട്ട് വിളിക്കുക. 9745177710 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് പുസ്തകത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രാഷ് കോഴ്സിലും ചേരാം. ആസ്ഥ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിലും ചേരാം. ക്രാഷ് കോഴ്സ് ചേരുന്നതിന് 699 രൂപ മാത്രമേ ഉള്ളൂ. LPSA UPSA ക്രാഷ് കോഴ്സ് 699 രൂപ മാത്രമേ ഉള്ളൂ. ക്രാഷ് കോഴ്സ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ആസ്ഥ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് വഴിയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആസ്ഥ അക്കാഡമി കേരള എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് കിട്ടും. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഈ പുസ്തകം സൗജന്യമാണ്. ഇപ്പോൾ ആസ്ഥ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് ചേരുന്നവർ ഈ പുസ്തകം വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 പുസ്തകങ്ങളും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഒരു അവസരം. അപ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ ഞാൻ പറഞ്ഞു. ആ നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പുസ്തകം വാങ്ങാനായിട്ട് ശ്രമിക്കുക. വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ സ്റ്റോക്കുള്ളൂ. കോഴ്സ് ചേരുന്നവർക്ക് പുസ്തകം സൗജന്യമാണ്.
എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.